ഹായ് ഫ്രണ്ട്സ്, മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീന മനുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടാ, എന്നോട് സത്യം പറയണം, എന്നോട് കള്ളം പറയരുത്. ഞാൻ ആരുടെ വീട്ടിലേക്കാണ് വരുന്നതെന്നുള്ളത് മനുവേട്ടനോട് അച്ഛൻ പറഞ്ഞായിരുന്നു. സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു നിൻ്റെ പപ്പയാ സ്റ്റാൻലി ജോസഫ് എന്ന്, അവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കെ. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്കിൾ എന്നോട് പറഞ്ഞ് വേറെ ആരോടും പറയരുത്, അലീന അറിയരുതെന്ന് പറഞ്ഞു. അലീനയോട് പറയരുതെന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അങ്കിളാണെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പ് നിന്നോട് പറയുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നീ അന്നേരം പറഞ്ഞാൽ മതിയെന്ന് എനിക്ക് മനസ്സിലായി. അലീന പറഞ്ഞു വീട്ടിൽ വന്ന വഴിക്ക് എവിടെയോ നിർത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോൾ പോകുന്നത് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ. സ്റ്റാൻലി ജോസഫ് നിൻ്റെ പപ്പയാണെന്ന് എന്നോട് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ മനു പറഞ്ഞു അത് കറക്റ്റ് ടൈമാണ്, അങ്ങനെ അങ്കിള് വിചാരിച്ചത് പറയണമെന്ന്. ഇപ്പം കടപ്പാട്ടൂരോ കൊല്ലപ്പള്ളിയിലോ സ്റ്റാൻലി ജോസഫിൻ്റെ പേര് പറയാൻ പറ്റുമോ? എല്ലാവരും പൊട്ടന്മാരും പൊട്ടത്തികളൊന്നും അല്ലല്ലോ. ഞാനും നീയും അങ്കിളും ഒരു ഞാണിന്മേലുള്ള കളിയാണ് നടത്തുന്നത്. എന്തെങ്കിലും ഒരിത് മതി പാളിച്ച പറ്റാൻ എന്ന് പറയും. അപ്പോൾ അലീന പറയും ഞാനിപ്പോൾ ഒരു ചതുരംഗ കളി കളിച്ചുകൊണ്ടിരിക്കുക, കളത്തിൽ നിന്നും കുളത്തൂപ്പുഴ കളത്തിലേക്ക്. അപ്പോൾ മനു ചോദിക്കും എങ്ങനെയുണ്ട് നിൻ്റെ സ്റ്റാൻലി പാപ്പ, നിന്നോട് സ്നേഹമുണ്ടോ, എങ്ങനെയുണ്ട് പെരുമാറ്റമൊക്കെ? അപ്പോൾ പറഞ്ഞ് എല്ലാം ഒരു പട്ടാളച്ചിട്ട പോലാണെന്ന് അലീന പറയും. അതുമല്ല, ആദ്യമായിട്ട് അച്ഛൻ മകളെ കാണുമ്പോൾ മകളോട് പറയുക ഹലോ അലീന എന്ന് പറഞ്ഞ് എനിക്ക് കൈ തരിക. ഞാൻ കൈ കൊടുത്തില്ല, ഞാൻ മരവിച്ച് നിൽക്കുകയായിരുന്നു. ഇതിനു മുമ്പ് കടപ്പാട്ടൂർ വീട്ടിൽ സ്റ്റാൻലി പാപ്പ വന്നായിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ഒരു ക്ലൈൻ്റാണെന്നാണ് പറഞ്ഞത്. അന്ന് ഞാൻ ചായ കൊണ്ട് കൊടുത്തപ്പം എന്നെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്ത് ഒരു അച്ഛൻ്റെ മുമ്പിൽ വെച്ചൊരു മകളെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു മനുഷ്യൻ ഒരു വൃത്തികെട്ട സ്വഭാവമാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. ഇവിടെ വന്ന പപ്പയെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ അങ്ങനെ അന്ന് നോക്കാൻ കാരണം ഇതായിരുന്നല്ലോ എന്ന് അലീന പറയും. അപ്പോൾ മനു പറയും ആഹാ, ഇതിങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു, ഇതൊക്കെ എപ്പോൾ നടന്ന്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് അങ്കിള് പറഞ്ഞതുമില്ല എന്ന് മനു പറയും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ കൂടെ മനുവേട്ടൻ നിൽക്കണേ എന്നൊക്കെ അലീന മനുവിനോട് പറയുന്നുണ്ട്. പിന്നീട് മനു പറയുന്നുണ്ട് ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നുണ്ട്, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ സപ്പോർട്ടായി നിൽപ്പുണ്ട്, എന്ത് കാര്യവും നിനക്ക് എന്നോട് പറയാം, എന്ത് വിഷമം ഉണ്ടായാലും ഉടനെ നീ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും വൈജയൻ്റെ ഞാൻ കടപ്പാട്ടൂർ കൊണ്ട് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും ചോദിക്കും ഇപ്പം അച്ഛനവിടെ ഇല്ലല്ലോ, അപ്പോൾ ചെന്ന് കയറാൻ പറ്റിയ സമയമാണല്ലോ എന്ന് അലീന പറയും. എങ്ങനെയുണ്ട് എന്ന് ആൻറ്റി അവിടെ ടെററായിട്ട് തന്നെ നിൽപ്പുണ്ട്, ഇനി അങ്കിള് വരുമ്പോൾ എന്തുമായി തീരുമെന്ന് അറിയില്ല എന്ന് മനു പറയും. എന്നാൽ ഞാൻ കൊച്ചുങ്ങളെ വിളിക്കട്ടെ മനുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കും. അത് കഴിഞ്ഞിട്ട് രോഹിത്തിനെ വിളിക്കും അലീന. അപ്പോൾ രോഹിത്താണെങ്കിൽ അലീന ചേച്ചി വിളിക്കുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയല്ലോ. ഫോൺ വരുമ്പോഴേ വലിയ സന്തോഷവും. അപ്പോഴത്തേക്കും കൃഷ്ണമോളും വരും, പിന്നെ ബബിതയും വരും. എന്നിട്ട് പറയും സ്പീക്കറിലിടാൻ പറയും. എന്നിട്ട് അവർ 3 പേരും കൂടി ഇന്ന് സംസാരിക്കും. ചേച്ചി അവിടെ ആരൊക്കെയുണ്ട് അന്നേരം പറയും ഇതൊരു പ്ലാന്ററുടെ വീടാണ്, കുക്കിങ്ങിന് 2 ആൾക്കാരുണ്ട്, പിന്നെ ഇവിടെ ലേഡീസൊന്നും ഇല്ല. അപ്പോൾ ലേഡീസൊന്നും ഇല്ലാത്തടത്താണോ ചേച്ചി അച്ഛൻ കൊണ്ടുവിട്ടത്? അന്നേരം ചേച്ചി എങ്ങനെ നിൽക്കും ലേഡീസൊന്നും ഇല്ലാത്തടത്ത്? അപ്പോൾ പറയാം അച്ഛന് വിശ്വാസം ഉണ്ടല്ലോ ഞാൻ അവിടെ സേഫ് ആയിരിക്കുമെന്ന്, അതുകൊണ്ടല്ലേ എന്നെ അവിടെ കൊണ്ടുവിട്ടത് എന്ന് പറയും. ചേച്ചി അവിടെ വിട്ടിട്ട് അച്ഛനിവിടെ വന്നില്ല, അച്ഛനവിടെ ഹോട്ടലിൽ റൂം എടുത്ത് റെസ്റ്റ് എടുക്കുക, ഡ്രൈവ് ചെയ്യാൻ വയ്യ, ടയേർഡായെന്നും പറഞ്ഞു, അതുകൊണ്ട് നാളെ അങ്ങ് വരും. കൃഷ്ണയ്ക്കും ബബിക്കും രോഹിത്തിനും ഭയങ്കര സന്തോഷമായിരുന്നു അലീനെ വിളിച്ചപ്പോൾ. അപ്പോൾ അലീന പറയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒത്തുകൂടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് എന്നൊക്കെ അലീന പറയും. അത് കഴിഞ്ഞിട്ട് നേരം വെളുത്ത് അലീന ഇറങ്ങി അവിടെ എല്ലാം ഇങ്ങനെ നടന്ന് കാണുക. അപ്പോൾ കിച്ചണിലാണെങ്കിൽ പൗലോസും വന്നില്ല, പിന്നെ ആൻ്റപ്പനെയും കാണുന്നില്ല. മുറ്റത്തൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലേഡി വരും. അത് പുറത്ത് തൂക്കാൻ വേണ്ടിയൊക്കെ വരുന്നതും കിച്ചണിലെ പാത്രങ്ങളൊക്കെ കഴിയാൻ വേണ്ടി വരുന്ന സാവിത്രി ചേച്ചി വന്നിട്ട് അലീനോട് ചോദിക്കും ആരാ ഇവിടുത്തെ പുതിയ സെർവൻ്റാണെന്നോ, പൗലോസേട്ടൻ പോയോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞാൽ ഞാൻ സെർവൻ്റ് അല്ല, ഇവിടുത്തെ ആളാന്ന് പറയും. എന്നിട്ട് പറയും ഞാൻ ഇവിടുത്തെ മുറ്റം തൂക്കാനൊക്കെ വന്ന് പുറംപണിക്കൊക്കെ വരുന്ന ആളാണ്, ഞാൻ മുറ്റം തൂത്തിട്ട് കിച്ചണിൽ പോയി പാത്രമൊക്കെ കഴിയിട്ട് അങ്ങ് പോകുമെന്ന് പറയും. അപ്പം അവരാണെങ്കിൽ ഒരു ബിഗ് ഷോപ്പറും ഒക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് അവർ വന്ന് പാത്രമൊക്കെ കഴിയിട്ട് എന്നിട്ട് പറഞ്ഞ് പോവുക, മോൾക്ക് ചായ വല്ലതും ഇട്ട് തരണോ? അന്നേരം പറയും വേണ്ടെന്ന് പറയും. എന്നാൽ പറയും പൗലോസേട്ടനും അവരൊക്കെ 8 മണിക്ക് എഴുന്നേൽക്കത്തുള്ളൂ. അവർ പോകുമ്പോഴാണെങ്കിൽ ബിഗ് ഷോപ്പിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. അപ്പം പിറകെ അലീന ഇറങ്ങി വന്നിട്ട് ചോദിക്കും ഇതെന്തുവാ ചേച്ചി വന്നപ്പോൾ ബിഗ് ഷോപ്പറിലൊന്നും ഇല്ലായിരുന്നല്ലോ, ബിഗ് ഷോപ്പർ മാത്രമേ ഉള്ളായിരുന്നല്ലോ, ഇപ്പോൾ ഇതിലെന്തുവാ ഒന്ന് കാണിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണെങ്കിൽ അതിൽ പഞ്ചസാരയും അരിയും വെളിച്ചെണ്ണയും കുറച്ച് സാധനങ്ങളൊക്കെ മോളെ പൗലോസേട്ടൻ എനിക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് തരുന്നതാണ്,
ഈ മുറ്റം തൂപ്പ് കൊണ്ട് എന്തോ കിട്ടാനാ, അതുകൊണ്ട് അവരെനിക്ക് ഇടയ്ക്കിടയ്ക്ക് തരുന്നതാണെന്ന് പറയും. ചേച്ചി അത് വാങ്ങിച്ചോണ്ട് പോകും. പോയി കഴിയുമ്പം പൗലോസും ആൻ്റപ്പനും എഴുന്നേറ്റില്ല. അവർ കിടക്കുന്ന റൂമിൻ്റെ അടുത്ത് ചെല്ലും. അവിടെ ചെന്നിട്ട് വയ്ക്കുമ്പം ആൻ്റപ്പൻ ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും, എന്തോ മോൾക്ക് ചായ എന്തെങ്കിലും വേണം? അന്നേരം പറയും, ഒന്നും വേണ്ട, ഞാൻ രാവിലെ എഴുന്നേറ്റു, ഇവിടെ എപ്പോഴും എല്ലാവരും എഴുന്നേൽക്കുന്നത്. അന്നേരം പറയും, ഇവിടെ 8 മണിക്കാണ് കേണൽ സാബിന് കോഫി കൊടുക്കണം. അത് കഴിയുമ്പോൾ അപ്പോൾ ഒരു 10:45 ബ്രേക്ക്ഫാസ്റ്റ് മതി, അതുകൊണ്ട് ഇവിടെ 8 മണിക്കാണ് എഴുന്നേൽക്കുന്നത് എന്ന് പറയും. അപ്പോൾ പറയും, ഇനി നമുക്ക് ആ സമയം അങ്ങ് മാറ്റിയാലോ, നമുക്കിനി 6 മണിക്ക് എഴുന്നേറ്റില്ല ഫുഡ് ഉണ്ടാക്കി റെഡിയാക്കിയാലോ? അതിനെന്താ, ഞങ്ങൾ റെഡിയായെന്ന് ആൻ്റപ്പൻ പറയും. അപ്പോൾ പൗലോസിനൊരു ബുദ്ധിമുട്ട് പോലെ. അന്നേരം പറയും, ഇല്ല എനിക്ക് കുഴപ്പമില്ല, 6 മണിക്ക് എഴുന്നേക്കാം. അത് കേണൽ സാബ് പറയുന്ന പോലല്ലേ, സാബ് സമ്മതിച്ചാൽ നമുക്ക് റെഡിയാക്കാം. അന്നേരം പറയും, അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് അലീന പറയും. എന്നിട്ട് മോൾക്ക് ഇപ്പോൾ ചായ വല്ലതും വേണോ? അന്നേരം പറയും, വേണ്ട. അലീന പറയും, ഒരു സാവിത്രി ചേച്ചി വന്നായിരുന്നു മുറ്റം തൂക്കുന്ന പാത്രം കഴുകാനുമൊക്കെ. ആ ചേച്ചി വന്ന് പാത്രമൊക്കെ കഴുകിയിട്ട് പോയി, എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അന്നേരം പറയും, ഇവിടെ അധികം വരുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്ന. അന്നേരം ചോദിക്കും, അരിയും വെളിച്ചെണ്ണയും പഞ്ചസാരയൊക്കെയാണോ അധികം വരുന്നത്? ഇത് കേണൽ സാബിന് അറിയാമോ? സാറിന് അറിയത്തില്ല, പിന്നെ അവർ പാവപ്പെട്ടവരല്ലേ, അതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്ന എന്ന് പറയും. ശരി എന്നാൽ ഓക്കെ എന്നും പറഞ്ഞിട്ട് പോകുന്നതാണ്. എനിക്ക് ഡ്രൈവർ ബൈജു ആണെങ്കിൽ നമ്മൾ അവതക്കുട്ടിച്ചായനെ വിളിക്കും. സ്റ്റാൻലി ജോസഫിൻ്റെ അച്ഛൻ അവതക്കുട്ടിച്ചായനെ വിളിച്ചിട്ട് പറയും, ഇതുപോലെ ഇവിടെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയും. വരുന്ന എപ്പിസോഡുകളിൽ നമ്മുടെ അവതക്കുട്ടിച്ചായൻ വരികയാണ് ലീനയെ കാണാൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.